ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോസ് കണ്ടല്ലോ എന്നല്ല, വീഡിയോയിലത് ഞാൻ പറഞ്ഞല്ലോ, തമിഴിലാണ് അറിയാലോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആരെ കുറ്റപ്പെടുത്താനോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. എല്ലാവർക്കും എല്ലാ ജോലിയിലും നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഒക്കെ ഉണ്ടാവും. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ നല്ല സ്വഭാവം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ നല്ല സ്വഭാവം കൊണ്ടും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാം, നമ്മുടെ ചീത്ത സ്വഭാവം കൊണ്ടും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാം. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? പരമാവധി മറ്റുള്ളവർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, അല്ലേ? അപ്പോൾ ഞാനത് വേഗം പറയാം. പല കടകളിലും സെയിൽസുകളായിട്ട് നിൽക്കുന്ന കുട്ടികളുടെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വളരെ കമ്പനിയായിട്ടാണ് സംസാരിക്കാറുള്ളത്. അതെൻ്റെ ഒരു പ്രകൃതമാണ്. അത് കടകളിലുള്ളവരും തന്നെയല്ല, എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുന്നവരോട് ഞാൻ പെട്ടെന്ന് തന്നെ കമ്പനിയായിട്ട് സംസാരിക്കും. പക്ഷേ ആ സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അപ്പം തന്നെ ഷെയർ ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ. ജോലി എന്താണ്, വീടെന്താണ്, എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചാൽ എല്ലാം ഞാൻ പറയും. ഞാൻ അങ്ങനെ പിടിച്ചു വയ്ക്കുകയെ വലിയൊരു എയർ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ ഭാരമൊന്നും ഞാൻ കാണിക്കാറില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാരത്തിൽ നടക്കാനായിട്ട് ആഗ്രഹിക്കാത്തൊരു ആളാണ്. എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കണം, എപ്പോഴും ഭയങ്കര കംഫർട്ടായിട്ടിരിക്കണം. എന്ന് വെച്ചാൽ കംഫർട്ടായിട്ടിരുന്ന് സുഖമായിട്ടിരിക്കുക എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്തിലൊരു കംഫർട്ടായിട്ട് വെച്ചാൽ നമുക്ക് നമ്മുടെ ബോഡിയും മനസ്സും ഫ്രീ ആയിട്ടിരുന്നാൽ നമ്മൾ ചെയ്യണ ജോലിയിലും പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളിൽ നിന്നിട്ടായ ഒരു ഗുണം കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പലപ്പോഴും നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ഒരു 1000 രൂപ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണ് പോവുക, പ്രത്യേകിച്ച് സ്ത്രീകളെ കണ്ണ് പോവുക 2500 3000 ഡ്രസ്സിലേക്കൊക്കെ ആയിരിക്കും പോവുക. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ സാധാരണക്കാരെ കഴിഞ്ഞിട്ട് പറയണത് 10,000 15,000 ഡ്രസ്സ് എടുക്കണവരുടെ കയ്യിൽ ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരുടെ കാര്യമാണ് പറയും. അപ്പോൾ ചോദിക്കും 1000 രൂപയ്ക്ക് ഡ്രസ്സ് എടുക്കണ ഒരു പാവപ്പെട്ടവരാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പാവപ്പെട്ടവരല്ല, ഇപ്പൊക്കെ 1000 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു വിലയില്ല. എന്നെ സംബന്ധിച്ച് ഭയങ്കര വില 1000 രൂപയ്ക്കൊക്കെ. എല്ലാവരും വിചാരിക്കും ഈ ദീപയ്ക്ക് വട്ടായെന്ന്. ഒരിക്കലുമല്ല കേട്ടോ, ഒരിക്കലുമല്ല. എനിക്ക് വട്ടേ ഇല്ല, അങ്ങനെ ആരും വിചാരിക്കുകയേ ചെയ്യരുത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയാം. അപ്പോൾ കടകളിൽ ചെല്ലുമ്പോൾ നല്ല ഇത് കാണുമ്പോൾ അവരെടുത്ത് തരും, നമ്മളത് നോക്കും. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും മാഡത്തിൻ്റെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് നോക്കുമ്പോൾ മാഡം പറഞ്ഞ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് പറ്റില്ല എന്ന് പറയും. പിന്നെ നമ്മൾ ആ സെക്ഷനിലേക്ക് നോക്കില്ല, നമുക്ക് പറ്റാവുന്നത് വാങ്ങിച്ചിട്ട് പോരും, അല്ലെങ്കിൽ വാങ്ങിക്കാതെ പോരും. അതൊക്കെ ഓക്കെ. പക്ഷേ എനിക്ക് കൊടുങ്ങല്ലൂർ 1-2 കടകളിൽ പോയിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം, എന്നെ കാണുമ്പോൾ തന്നെ ഇവർ പറയും, ഞാൻ ചുരിദാറിൻ്റെ ടോപ്പ് എടുക്കാൻ കാണുമ്പോൾ എന്നോട് ചോദിക്കും സൈസും മാഡത്തിന് XXL അല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. അല്ല, എനിക്ക് XL അല്ലെങ്കിൽ ലാർജിലെ ചിലതൊക്കെ എനിക്ക് സ്യൂട്ടാവും. ഒരു 10-15% ലാർജ്, ചില കമ്പനിയുടെ ലാർജ് എനിക്ക് സ്യൂട്ടാവും. ചില ഇതിൻ്റെ കൂടുതൽ ഞാൻ XL ആണ് ഉപയോഗിക്കാമെന്ന് ഇവരോട് പറയും. ടോപ്പിൻ്റെ സൈസ് ഞാൻ പറയും XL ആണെന്ന് ഞാൻ പറയാറുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് XL എടുത്ത് തന്നാൽ മതി, നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ടാണ് പോരെ. ഇവർ സമ്മതിക്കൂല. ഒരു കൊടുങ്ങല്ലൂർ അടുത്തിടെ ഉണ്ടായ ഒരു കടയിൽ, ഈ കടയുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, അവിടെ ചെന്നപ്പോൾ ഇവർ സമ്മതിക്കുന്നില്ല. XXL വേണം, മാഡത്തിന് XXL വേണം 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 നിർബന്ധം. ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ തല്ലുപിടിക്കാൻ നിൽക്കാറില്ല. ഒരു XXL കൊടുത്ത് ഒരു XL എടുത്ത് എനിക്കിത് ഇഷ്ടമായി, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ട്രയൽ റൂമിൽ ചെന്നിട്ട് ഇത് രണ്ടും ഇട്ട് കാണിച്ചു കൊടുത്തു. ആ പെണ്ണിൻ്റെ മുഖമുണ്ട്, ആ ആ പെൺകുട്ടിയുടെ മുഖമുണ്ട്, സെയിൽസ് ഗേൾസിൻ്റെ മുഖം ഇഞ്ചി കടിച്ച പോലെ ആയിപ്പോയി. കാലിനും XXL ഇട്ടിട്ട് എൻ്റെ ഷോൾഡറൊക്കെ പണ്ടത്തെ അപ്പന്മാരുടെ ജുബില്ലേ അതുപോലെ കിടക്കുക. കാരണം എനിക്ക് ഞാൻ പറയില്ലേ, ലാർജ് അല്ലെങ്കിൽ XL ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ്, ആരെയും നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ അങ്ങനെ അങ്ങോട്ട് എന്താണ് പറയുക, എനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വിചാരിച്ച് നിൽക്കാൻ പാടില്ല. ഞാനായതുകൊണ്ട് നിങ്ങളടുത്ത് തല്ലുപിടിക്കാൻ നിന്നില്ല, വേറെ വല്ലവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ എന്താ പറയുക, കുറച്ച് തടിയൊക്കെ കൂടുതലാണെന്ന് പറയാതെ പറയാന്ന് പറയുന്ന ഒരു രീതിയാണ്. അത് ബോഡി ഷേമിങ് പെടണതാണ്. അപ്പോൾ വേറെ വല്ലവരൊക്കെ ആണെന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പിന്നെ എനിക്ക് തല്ലുപിടിക്കാനുള്ള ടൈമില്ലാത്തതാണ്. പക്ഷേ ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ റോഡാണെന്നൊന്നും ഞാൻ നോക്കൂല. അങ്ങനത്തെ വൃത്തികെട്ട എനിക്കൊരു സ്വഭാവമുണ്ട്. എനിക്ക് പബ്ലിക്കാണെന്നൊന്നും നോക്കൂല. ഞാൻ തിരിച്ചെല്ലാം മറുപടി പറഞ്ഞ് ചീത്തയും പറയും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എവിടെ നിന്ന് പണി കിട്ടിയിട്ടില്ല, എപ്പോഴെങ്കിലും പണി കിട്ടുമ്പോൾ ഞാൻ പഠിക്കുമായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ, അതങ്ങനെ. പിന്നെ കുറച്ച് നാൾ മുമ്പ് ഞാൻ നൈറ്റി എടുക്കാൻ പോയി. അപ്പോൾ എനിക്ക് എപ്പോഴും ഡ്രസ്സുകൾ കോട്ടൻ്റെ എനിക്ക് പറ്റുള്ളൂ. കോട്ടൺ അല്ലാത്ത ഡ്രസ്സുകൾ ഇട്ടെങ്കിലും എനിക്ക് ചൊറിയും, മേലൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു. അപ്പോൾ നല്ല കോട്ടൺ മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ.
നല്ല ഹൈ ക്വാളിറ്റി എന്നല്ല, കോട്ടൻ്റെയാണ് കൂടുതലും. 90% കോട്ടൻ്റെയാണ് ഉപയോഗിക്കുക, 95%. ഇപ്പോൾ പിന്നത്തേക്ക് ഇങ്ങനെ അങ്ങനെ വന്ന് പെട്ടു പോണതാണ് നമ്മുടെ കയ്യിൽ, മനഃപൂർവ്വം ഇതാവണതല്ല. അങ്ങനെ ഞാൻ കോട്ടൻ്റെ നൈറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂരിൻ്റെ അവിടെ അടുത്തുള്ളൊരു കടയിൽ ചെന്നപ്പം ഇവരെന്നോട് സൈസ് ചോദിച്ചില്ല. ഞാൻ ഇവരോട് പറഞ്ഞു നൈറ്റി ആകുമ്പോൾ 40 to 40 സൈസ് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ലൂസുള്ള ടൈപ്പാണ് ഇഷ്ടം, ശ്വാസം മുട്ടലുണ്ട് എനിക്ക്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടൈറ്റ് ഡ്രസ്സ് എനിക്ക് പറ്റില്ല, കുറച്ച് ലൂസുള്ളതാണ് വേണ്ടത്, അപ്പം അത് മതി എന്ന് പറഞ്ഞു. ഞാൻ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇവർ XXL എടുത്തു തന്നു. അതിലെനിക്ക് പറ്റിയ തെറ്റെന്താണ്, ഞാനത് നോക്കിയില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇന്നത് മതിയെന്ന്. അപ്പോൾ ഒരു നൈറ്റ് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നാ എനിക്ക് XL എടുത്ത് തന്നില്ല, ആ XXL തന്നെ എനിക്ക് തന്നു. ഇത് തന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് എന്നെയും കയറ്റാം, എന്നെ പോലത്തെ വേറൊരാളെ ഇതിനുള്ളിൽ കയറ്റി നിർത്താം, അങ്ങനത്തെ നൈറ്റി. അപ്പോൾ പിന്നെ ഇതിലൊരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെയൊക്കെ നൈറ്റി മേടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂത്ത ചേച്ചിക്ക് ഞാൻ കൊടുക്കും. അവളോട് ഞാൻ പറയും എടി വലിയേച്ചി എന്നാണ് വിളിക്കുക, സോറി. അപ്പോൾ എടി വലിയേച്ചി എനിക്കത് പാകാനുള്ളടി ലൂസാണെന്ന് പറയുമ്പോൾ വലിയേച്ചി ഇങ്ങോട്ട് തന്നോളൂ എന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു നൈറ്റി ഞാൻ വേറെ വാങ്ങിച്ചിട്ട്, ഇതൊക്കെ ഒരു 1-2 മാസത്തിനുള്ളിലാണ് കേട്ടോ നൈറ്റി വാങ്ങിച്ചപ്പം കോട്ടൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിടിച്ച് നോക്കിയപ്പോൾ കോട്ടൺ പോലെ തോന്നി. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങി മേലൊക്കെ. എനിക്ക് ഭയങ്കര അലർജിയാണ്. ചൊറിയാൻ തുടങ്ങിയപ്പോൾ അപ്പം തന്നെ ഊരി അത് വേഗം വാഷ് ചെയ്ത് ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസവും ജസ്റ്റ് ഇട്ട് നോക്കിയപ്പോഴും ചൊറി. അപ്പോൾ എനിക്ക് മനസ്സിലായി തോന്നി ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. എല്ലാവരും മനസ്സിലാക്കാൻ, നമ്മൾ ചിലപ്പോൾ ഇല്ലാത്ത കാശൊക്കെ കൊണ്ടിട്ടായിരിക്കും ഒരു നൈറ്റൊക്കെ മേടിക്കാൻ ചെല്ലണത്. നമ്മളെ കല്ലത്താക്കുറ്റികൾ അവർ എന്താ വിചാരിക്കുക, അവർക്ക് അതൊക്കെ സെയിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഇതായിട്ട് കിട്ടും. ഞാൻ എല്ലാവരും അടിച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ ഈ മിക്സുള്ള നൈറ്റ് എനിക്ക് തന്നൊരു ചെറിയ കടയിലത്തെ ഒരാളാണ്. അയാളുടെ സ്വന്തം കടയാണ് കേട്ടോ. അതിൽ ഞാൻ സെയിൽസ് ഗേൾസിനെ കുറ്റം പറയണില്ല. അയാൾ പറഞ്ഞു പ്യുവർ കോട്ടൺ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ പ്യുവർ കോട്ടന് ഈ വില പോരല്ലോ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. ഇല്ല മോളെ ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചപ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അത് കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ അത് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു തുണിയായിരുന്നു. പിന്നെ റയോൺ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പം അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ട് സെയിൽ നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഭയങ്കര കഷ്ടമാണ്. ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട ഒരു സാധാരണക്കാരൊക്കെ ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള കാശ് പോവില്ലേ മക്കളെ, പ്ലീസ്. അപ്പോൾ ആരെങ്കിലും കടയിൽ വരുമ്പോൾ അവരോട് ചോദിച്ചിട്ട് അവർ പറയുന്ന സൈസ് നിങ്ങൾ എടുത്ത് കൊടുക്കുക. എന്നിട്ട് അവർ ട്രയൽ നടത്തുമ്പോൾ അതിന് വല്ല ഡാമേജ് പറ്റുകയാണെങ്കിൽ അതിൻ്റെ പൈസ നിങ്ങൾ വാങ്ങിച്ചാൽ പോരെ. അല്ലെങ്കിൽ അവരോട് പറയാം നിങ്ങളുടെ സൈസിന് പാകം അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് നോക്കിയിട്ട് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ പൈസ തരേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പോരെ. അത്രയല്ലേ ഉള്ളൂ. ഇതിങ്ങനെ അടിച്ചേൽപ്പിച്ച് നമ്മളെ നിർബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുമ്പോൾ, നിങ്ങളൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ചുരിദാർ എടുത്തിട്ട് ഇതിട്ടാൽ ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ സൈസിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ നിർബന്ധം പറയാൻ പാടില്ല. ഒരാൾ കിട്ടുന്ന ഡ്രസ്സ് അയാൾക്കേ അറിയാൻ പറ്റുള്ളൂ. അയാൾ എത്രത്തോളം കംഫർട്ടായിട്ടായിരിക്കും അയാൾ അത് യൂസ് ചെയ്യേണ്ടതെന്ന് അയാൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫിറ്റായിട്ട് എന്താ പറയുക, ഉടലളവുകൾ എടുത്ത് കാണിക്കുന്ന ഡ്രസ്സ് ഇടാനായിട്ട് എനിക്ക് ഇട്ട് കഴിഞ്ഞ് എനിക്ക് ശ്വാസം മുട്ടും. ചിലപ്പോൾ ശ്വാസം മുട്ടിലില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇടുമായിരിക്കും. പറയാനൊന്നും പറ്റൊന്നുമില്ല. മനുഷ്യനല്ലേ, മനസ്സല്ലേ, മാറാതിരിക്കില്ല. അപ്പോൾ ഞാൻ സത്യം അപ്പോൾ ഇല്ല കേട്ടോ, എനിക്ക് അത്യാവശ്യം മോഡേണായിട്ട് നടക്കുന്ന ഒരാളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഡ്രസ്സിന് ഞാനിപ്പോൾ ജീൻസും ഷർട്ടൊക്കെ ഇടാറുണ്ട്. അതൊന്നും കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഒട്ടും വേണങ്ങാത്തൊരു ഡ്രസ്സ് നമ്മളെങ്ങനെ ഇടും. അപ്പം അതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കും. നമ്മുടെ കയ്യിലെ കാശും പോകും. ഇപ്പം ഞാൻ അന്ന് മേടിച്ച കുപ്പായം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പം അലക്കി തേച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വില്ലേജിക്ക് കൊടുക്കും. അല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പം വില്ലേജിക്ക് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല. കാരണം എനിക്ക് അവൾ വേറെ മേടിച്ച് തന്നോളൂ. കാരണം ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ അവൾ കേൾക്കുമല്ലോ, കേൾക്കുമ്പോൾ എനിക്ക് എന്തായാലും മേടിച്ച് തരുമല്ലോ. അപ്പോൾ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല കേട്ടോ. ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ചില
സാഹചര്യങ്ങൾ കൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറയണതും ചെയ്യണതും എല്ലാതും. അപ്പോൾ ഓക്കെ, ഞാൻ ആരെങ്കിലും വിഷമമായിട്ട് പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ താങ്ക് യു.